നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. അമീബിക് എൻകെഫലൈറ്റിസ് അഥവാ തലച്ചോർ കാർന്നു തിന്നുന്ന അമീബ എന്ന് പറയുന്ന ഒരു അണു ഉണ്ടാക്കുന്ന തലച്ചോറിലെ പഴുപ്പ്, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിങ്കോ എൻകെഫലൈറ്റിസ്. ഈ രോഗം ബാധിച്ചിട്ട് കുറച്ച് കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ അഡ്മിറ്റ് ആയി എന്നുള്ള വാർത്ത ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ രോഗം, എന്താണ് അമീബിക് എൻകെഫലൈറ്റിസ്, എന്തൊക്കെയാണ് ഇത്, എങ്ങനെയാണ് പടരുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി നമ്മൾ ഇതേ രോഗത്തെ പറ്റി ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട് ഒരു തവണ, പക്ഷേ അത് കേൾക്കാത്തവർക്കായിട്ട് ഒരു തവണ കൂടി പറയാം. ഈ ഒരു അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണുവാണ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസമാണ്, ഒരു സെല്ല് മാത്രമുള്ള ഒരു ഓർഗാനിസമാണ്. നമ്മൾ പണ്ട് ഇതിൻ്റെയൊക്കെ ചിത്രമൊക്കെ വരച്ചത്, എങ്ങനെ വേണമെങ്കിലും അതിന് ഷേപ്പൊക്കെ മാറാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ അമീബ. ഈ അമീബ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒറ്റക്കോശ അണുക്കൾ നമുക്ക് ചുറ്റും ധാരാളം ഉണ്ട്. ഇതിൽ തന്നെ ഈ തലച്ചോറിനെ ബാധിക്കുന്ന മെനിങ്കോ എൻകെഫലൈറ്റിസ് ഉണ്ടാക്കുന്നതിൽ പ്രധാനിയായിട്ടുള്ളത് നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു അമീബയാണ്. ഇത് സാധാരണ രീതിയിൽ നമ്മുടെ കിണറ്റില്, കുളത്തില്, പോണ്ടുകളിൽ അല്ലെങ്കിൽ പുഴകളിൽ ഇങ്ങനെ കുറച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ അമീബയെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് ഇതുള്ളത്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ അമീബ സാധാരണയായിട്ട് ഇവിടെയൊക്കെയാണ്, അതായത് വാട്ടർ ബോഡീസിലാണ് ഇതിനെ കാണുക. അത് കുളമാവാം, അല്ലെങ്കിൽ നമ്മുടെ പുഴയാവാം. ഇതൊക്കെ ഇതെങ്ങനെയാണ് ഒരു രോഗിയുടെ തലച്ചോറിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അമീബയുള്ള വാട്ടർ ബോഡീസിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത്, ഇപ്പോൾ പുഴയിൽ പോയിട്ട് കുളിക്കുക, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ചിലപ്പോൾ ഒക്കെ പല പുഴകളും ഇങ്ങനെ കുറച്ച് മടി വാട്ടർ ആയിരിക്കും, അതായത് കലങ്ങിയ വെള്ളമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുളങ്ങളിലൊക്കെ വെള്ളം കലങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അത്ര ശുചിയായിട്ട് കാക്കുന്ന കുളങ്ങളോ പുഴകളോ ഒന്നും ആവില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് കുളിക്കുമ്പോഴാണ് ഇത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. തലച്ചോറിൽ ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തലച്ചോറിന്റെ ആവരണമായിട്ടുള്ള മെനിഞ്ചസിനെയും തലച്ചോറിന്റെ സബ്സ്റ്റൻസ്, അതായത് തലച്ചോറിനെയും ഇത് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഉണ്ടായിരിക്കും, അതായത് അണുബാധ ഉണ്ടാക്കും. അതാണ് ഈ മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ തലച്ചോറിൽ പഴുപ്പുണ്ടാക്കുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വിട്ടുമാറാത്ത പനി, ഭയങ്കരമായിട്ടുള്ള ശക്തമായ തലവേദന, ഛർദി, വിട്ടുമാറാത്ത ഛർദി, ഫിറ്റ്സ് പോലെ, അതായത് അപസ്മാരം വരിക, പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുക, ബോധം മറയുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് വെച്ചിരിക്കരുത്, ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകണം. ഇനി എന്താണ് അതിനുള്ള ചികിത്സ? ഇതിന് കുറച്ച് സങ്കടകരമായിട്ടുള്ള വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ചികിത്സ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഇത് വളരെയധികം അപകടം പിടിച്ചൊരു രോഗം തന്നെയാണ്. മരണശതമാനവും കുറച്ച് അധികമമാണ്. ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ തലച്ചോറിലെ ഇൻഫെക്ഷൻ കുറയ്ക്കാനും തലച്ചോറിന്റെ എഡിമ, അതായത് നീരിറക്കം അല്ലെങ്കിൽ നീര് ഒക്കെ കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപകട നില കുറച്ച് അധികം തന്നെയാണ്. അപ്പോൾ ചികിത്സ കൊടുത്താൽ രക്ഷപ്പെടാനും അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് പോകാനും ഉള്ള സാധ്യത ഉണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് സത്യത്തിൽ എന്താണ് അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം. നെഗ്ലേറിയ ഫൗളേറി എന്ന് പറയുന്ന ഒരു അമീബയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അത്ര വൃത്തിഹീനമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പുഴകള്, കുളങ്ങള്, അവിടെയൊക്കെ പോയിട്ടുള്ള കുളികൾ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇവിടെ നിന്നാണ് ഈ അമീബ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. സോ അവിടെയൊക്കെ പ്രത്യേകിച്ചിട്ട് ഇനി മഴക്കാലമൊക്കെ വരികയാണ്, പല സ്ഥലത്തും ചെളിവെള്ളവും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമൊക്കെ ആയിരിക്കും പല കുളങ്ങളിലും പുഴകളിലൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുളിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ട് ഒരു കാരണവശാലും അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കാതിരിക്കുക, കേട്ടോ. അപ്പൊ ഇത്രയുമാണ് മെനിങ്കോ എൻകെഫലൈറ്റിസ്, അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ്. പിന്നെ ഇതിനെ മലയാളത്തിൽ പലപ്പോഴും ബ്രെയിന്, അതായത് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബ എന്നാണ് പറയാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സിവിയറിറ്റി കൊണ്ടാണ്. കാർന്ന് തിന്നുക പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി കാർന്ന് തിന്നുക എന്നല്ല അർത്ഥം. പക്ഷെ ഇത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന അത്രയും വലിയൊരു ഇഫക്റ്റിനെ കൊണ്ട് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് മൈക്രോസ്കോപ്പിൽ പോലും കാണാൻ പറ്റാത്ത ഒരു അണു, പക്ഷേ അത് നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളിൽ ആർക്കും മരണമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്കത് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രത്യാശിക്കാം. കുട്ടികൾ എത്രയും വേഗം ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ട് വരട്ടെ. മലപ്പുറം ഭാഗത്തു നിന്നുള്ള കേസുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേ പറഞ്ഞ പോലെ തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. എത്രയോ മരണങ്ങൾ മഞ്ഞപ്പിത്തത്തിന്റെ കാരണമായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഇതിനെല്ലാം ഇങ്ങനെയുള്ള വെള്ളമാണ് പ്രശ്നം. അപ്പോൾ മലിനമായിട്ടുള്ള ജലം കുടിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക.
വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് ഭക്ഷണവും വെള്ളവും കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷമൊക്കെ കൈകൾ വൃത്തിയായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഭക്ഷണങ്ങൾ അടച്ചു വെക്കുക, ഈച്ച വന്നിരിക്കാതെ അടച്ച് സൂക്ഷിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പേഴ്സണൽ ഹൈജീനാണ് ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ്. മഞ്ഞപ്പിത്തത്തിനെതിരെയും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. കാരണം പലപ്പോഴും നമുക്ക് അത്ര സീരിയസ് അല്ലാത്ത രോഗമാണെന്ന് തോന്നാം, പക്ഷേ അക്യൂട്ട് ലിവർ ഫെയിലിയർ, അതായത് ലിവർ പ്രവൃത്തി രഹിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ പറയുന്ന മഞ്ഞപ്പിത്തമുള്ള ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ആളുകൾ പോകാറുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ജംഷി പറയുന്നത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ മഞ്ഞപ്പിത്തമാണ്. ഇപ്പോൾ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്നുള്ള വെള്ളമോ, അത് ജ്യൂസാവട്ടെ വെള്ളമാവട്ടെ എന്തോ ആവട്ടെ, വൃത്തിഹീനമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരിക്കലും കുടിക്കരുത്. വീട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറ്റിൽ നിന്നൊന്നും കോരി ഡയറക്റ്റ്ലി ഒരിക്കലും കുടിക്കരുത്. കൈ കഴുകുക, ഭക്ഷണം വൃത്തിയായിട്ട് പാകം ചെയ്യുക, ചൂടോടെ കഴിക്കുക, അടച്ചു വെക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇനി മഴക്കാലമൊക്കെ വരാൻ പോവാണ്. ചെരുപ്പൊന്നും ഇടാതെ വൃത്തിഹീനമായിട്ട സ്ഥലങ്ങളിലൊന്നും നടക്കരുത്. എലിപ്പനിയുടെയൊക്കെ ഇനി സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. സോ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. പക്ഷേ പലരും ചോദിച്ചത് കൊണ്ട് പെട്ടെന്ന് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. പ്രത്യേകിച്ചിട്ട് ഇനി മഴക്കാലത്തിന്റെ ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അമീബിക് എൻകെഫലൈറ്റിസിന്റെ കേസുകൾ ഇനി കൂടുതൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. സോ കാണുന്ന എല്ലാവരും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. സോ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ. ബൈ.